ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് റാപ്പിഡോ ലോട്ടറിക്ക് പോയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത് നമ്മൾ ഫസ്റ്റ് ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇത് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് പോയി പിക്ക് ചെയ്യാം. കസ്റ്റമർ നമ്മളങ്ങനെ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BTMനാണ് നമ്മൾ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേഗം അവർ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് എൻ്റെ 700 റുപ്പീസാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ശനിയാഴ്ച ആയെന്ന് തോന്നുന്നുണ്ട്. റോഡിലൊക്കെ ട്രാഫിക് കുറച്ച് കുറവുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ബൊക്കെ ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാഫിക് കൂടും. നമുക്ക് നേരെ ഇപ്പോൾ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് മാക്സിമം സ്പീഡിൽ പോകാം. ഇപ്പോൾ നമ്മൾ മടിവാള മാർക്കറ്റ് എത്തിയിട്ട് പിന്നെ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ട്രാഫിക് കുറവുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ ഫുള്ള് ബസ്സിൻ്റെ തിരക്കായിരിക്കും, ഭയങ്കര ബ്ലോക്കായിരിക്കും. അത് പറഞ്ഞു വന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ BTMക്ക് തിരിഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ബ്ലോക്ക് കിട്ടി. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട് ഇവിടെ. നമുക്ക് കിടന്ന് പയ്യഴഞ്ഞ് പോകാനേ പറ്റുള്ളൂ. കസ്റ്റമറെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് അപ്പോൾ നമുക്ക് കസ്റ്റമറെ ഇറക്കി വിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അടുത്തൊരു ഓർഡർ അടിച്ചിട്ട് അപ്പോൾ അതും കൂടി ആക്സെപ്റ്റ് ചെയ്തതാണ്. ഓക്കെ മാഡം, താങ്ക് യു. അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പോകാം. കസ്റ്റമറുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയെന്ന് വേണ്ടി കസ്റ്റമർക്ക് മെസ്സേജ് അയച്ചിടാം. OTP 1140. കസ്റ്റമറെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. കോറമംഗലം ഏതോ പബ്ബിലാണ് ഓട്ടം പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടാൻ കൂടുതൽ പബ് ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ശനിയാഴ്ചയല്ലേ. അപ്പോൾ അത്യാവശ്യം എല്ലാവരും പാർട്ടിക്ക് മൂഡ് ചെയ്യുന്ന ദിവസമാണ്. നമുക്ക് നേരെ പബ്ബിലേക്ക് ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മലയാളി ഫ്രണ്ട്സിനോട് എനിക്ക് കാര്യം പറയാറുണ്ട്. ബാംഗ്ലൂരിലുള്ളവരൊക്കെയാണെങ്കിൽ കല്ലും പുല്ലും കൊണ്ട് നടക്കുന്ന പരിപാടി ഒന്ന് സൂക്ഷിച്ചു. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചെക്കിംഗ് ആണ് നൈറ്റ്. എന്നെ മിക്ക ദിവസം ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവരുടെ ഇവിടെയൊക്കെ ചെക്കിങ് കാണാറുണ്ട്. കേരള വണ്ടി, തമിഴ്നാട് വണ്ടിയാണ് കൂടുതൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവർ സൂക്ഷിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ അടുത്ത കാര്യം റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ട. നമ്മുടെ ഇവിടുത്തെ റോഡ് എപ്പോഴാണ് കുളിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് നമ്മൾ പോകുമ്പോൾ റോഡിന് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നാളെ ആ നേരത്ത് തിരിച്ചു ചെല്ലുമ്പോഴേക്കും റോഡ് പിടിച്ചിട്ട് ഇവിടെ ഒക്കെ ഫുൾ റോഡ് പിടിച്ചിട്ട് ഫുൾ ഓഫ് റോഡ് ആക്കിയിട്ടേക്കുക. ബാംഗ്ലൂർ ചിലപ്പോൾ ഇന്ന് പണിയിട്ടില്ലെങ്കിൽ ഇന്ന് റോഡ് ചിലപ്പോൾ നല്ല അവസ്ഥയിലായിരിക്കും. പക്ഷേ നാളെ ചെല്ലുമ്പോൾ അതൊക്കെ പൊളിച്ച് പണിയെടുത്തിരിക്കും. ഫുള്ള് കെട്ടാണ്. സ്പീഡ് കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളത്തിൽ കുഴിയിൽ ചാടി തല കുത്തി മറിഞ്ഞ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. നാട് പിന്നെയും ഭേദമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ചില നേരം നാട്ടിലെത്തുമ്പോൾ തോന്നും അയ്യോ ബാംഗ്ലൂർ തന്നെ ഭേദം തോന്നും. ഇനി അടുത്ത റോഡിൻ്റെ അവസ്ഥ കണ്ടോ. ഇവിടെ ലൈറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പരിപാടി ഇല്ലാത്ത റോഡാണിത്. ഇത് നമ്മൾ മാരുതിനാറിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ വണ്ടിയുടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്ത് കഴിഞ്ഞ് നമ്മളിത് അടുത്ത ബ്ലോക്കിൽ വന്ന് കയറിയിട്ട് ഇത് നമ്മൾ മടിവാള അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് കോറമംഗലേക്ക് പോകുന്ന റോഡ്. ഇവിടെ പിന്നെ പറയണ്ട, ഇവിടെ എപ്പോഴും തിരക്കുക. ഇവിടെ ഫുള്ള് ബസ്സും കാര്യങ്ങളൊക്കെ വന്ന് ടേൺ ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. എപ്പോഴും ബ്ലോക്ക് ആയിരിക്കുന്ന സ്ഥലത്തിനായിട്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം പിന്നിട്ട് ഇപ്പോൾ കോറമംഗലം 5th ബ്ലോക്കിൽ കയറിയിട്ട് ഇവിടെ പിന്നെ ഇപ്പോൾ പപ്പുകളുടെ വ്യത്യാസമാണ്. നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഭാഗത്ത് വരുന്നത് ചിലപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് പല കാഴ്ചകളും ഇവിടെ കാണാൻ പറ്റും നൈറ്റ് വരാന്നുണ്ടെങ്കിൽ. നമ്മൾ കസ്റ്റമറുടെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് നമുക്കിവിടെ കസ്റ്റമറെ വെച്ച് വിടാം. വ്ളോഗിങ് കന്നഡ അല്ല മാഡം, മലയാളം. ഇവിടെ 67. ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ കസ്റ്റമറെ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ പോയിട്ട് പിക്ക് ചെയ്യാം. കസ്റ്റമറുടെ ലൊക്കേഷൻ എത്തിയിട്ട് നമുക്ക് കസ്റ്റമർക്ക് മെസ്സേജ് അയച്ചിടാം. പുള്ളിക്കാരനോട് കാണാല്ലേ. OTP 3650. അടുത്ത കസ്റ്റമർ കിട്ടിയിട്ടുണ്ട്. കസ്റ്റമറെ കൊണ്ടാക്കാൻ വേണ്ടി സെക്കൻഡ്
പോകേണ്ട ആവശ്യമില്ല. കസ്റ്റമറിനെ കുറച്ചും കൂടി എടുക്കാനുള്ള സ്ഥലമുണ്ട്. ഈ വഴി പോയാൽ ആൾക്കാർ നടക്കും. നിങ്ങളീ പോണ ഭീകരനാണോ? ഇവർ ഇത്ര നേരം റോഡിൽ നിന്ന് അഭ്യാസം കാണിച്ച് റോഡ് മൊത്തം ബ്ലോക്കാക്കി വെച്ചില്ലേ. അങ്ങനെ നമ്മൾ കസ്റ്റമറുടെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് നമുക്ക് അവിടെ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഇതിലേക്കാം. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, നമുക്ക് വിക്ക് ചെയ്യാൻ പോകാം. അടുത്ത കസ്റ്റമറുടെ പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. പക്ഷേ കസ്റ്റമറോടെ കാണാനില്ല, മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ ചെയ്യാം. കുറച്ച് നേരം ഇവിടെ ന്യൂട്രൽ അടിച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. കിട്ടിയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് അടുത്തോടെ ചെയ്യാം. അപ്പോൾ കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്. കസ്റ്റമർ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. പിന്നെ പൊങ്കസാന്തരം എവിടെയാൻ കണ്ടാണ് ഡ്രോപ്പിംഗ് ലൊക്കേഷൻ. 8 കിലോമീറ്റർ ഉണ്ട്. ഓട്ടം കഴിഞ്ഞ് 70 റുപ്പീസാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ കഴിഞ്ഞിട്ട് അപ്പോൾ അടുത്തൊരു ഓട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ സമയം നോക്കാണ്ട് എടുത്തു. 9:55 എടുത്തത്. അപ്പോൾ ഇലക്ട്രോണിക് സിറ്റിക്കാണ് 9.5 കിലോമീറ്റർ ഉണ്ട്. ആ ഓട്ടം ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 രൂപ ആയിട്ടുള്ളൂ. 10 മണിയാവുമ്പോൾ 4 മിനിറ്റുള്ളൂ. 10 മണി കഴിഞ്ഞിട്ട് ആ ഓട്ടം പിടിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് 150 കിട്ടും. അപ്പോൾ അതിൽ എന്തായാലും ഇപ്പോൾ എടുത്തതല്ലേ, എടുത്തത് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ സാർ, ഓക്കെ 2 minutes സാർ. ഓക്കെ കസ്റ്റമറുടെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് ഇലക്ട്രോണിക് സിറ്റി അത് കാർഡിലിടലായിരുന്നു. അതിൽ 95. ഓക്കെ സാർ, താങ്ക് യു. ഈ ഓട്ടത്തിന് വേണ്ടോ 9.8 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓട്ടം ഉണ്ടായിരുന്നു. പിക്കപ്പ് കൂട്ടിയിട്ട് 10 കിലോമീറ്റർ മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓട്ടത്തിന് കിട്ടിയത് 95 റുപ്പീസാണ്. ഇതാണ് പറഞ്ഞത് 10 മണിക്ക് മുമ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. 10 മണി കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും ലാഭമാണ്. ഈ കസ്റ്റമർ നമുക്ക് 120 വന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അടുത്തോട്ട് എടുക്കാം. ഓക്കെ ഭയ്യ പറ്റിയ ഞാൻ ഇലക്ട്രോണിക് സിറ്റിയുടെ ലൂപ്പിൽ കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങേണ്ടി വരും കുറച്ച് നേരം. ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങിയിട്ടാലും ഇതിൻ്റെ ടാർഗറ്റ് ഒട്ടിക്കണം. അതാണ് നമ്മുടെ കാര്യം. നിങ്ങൾക്ക് ഞാൻ വേറൊരു കാഴ്ച തരാം. നിങ്ങൾ ഈ കണ്ടോ ബൈക്കിൽ ട്രിപ്പിൾ പോകുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ട്രിപ്പിൾ വെച്ച് പോകുന്നത് ഞാൻ അപ്പം പിടിക്കും. ഇവിടെ വെച്ച സീനൊന്നുമില്ല. പയ്യനാണ് വണ്ടി ഓടിക്കും. പിന്നെ 2 കൂളായിട്ട് ഹൈവേ കൂടെ ഹെൽമെറ്റ് കഴിക്കാൻ കിടക്കും. പോലീസുകാർ സീനില്ല. പക്ഷെ ഞാനൊക്കെ പോകാന്നുണ്ടെങ്കിൽ അപ്പോൾ ഓടി വന്നാൽ പിടിക്കും. ബായി നമ്മളെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ഏതോ കാട്ട് കോളനിയിരിക്കുക. ലൈറ്റുമില്ല, ഒന്നുമില്ല, ഫുള്ള് പട്ടികളും. അപ്പോൾ തന്നെ പട്ടി അവിടെ തന്നെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പോണ വഴി കണ്ടോ, ഏതോ കോളനിയിൽ വിളിക്കുക. ഞാൻ അവിടെ പോകുമ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. റോഡ് മൊത്തം പൊളിച്ച് സീനാക്കിയിട്ടേക്കാണ്. മൊത്തം പണി നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. 66 ഭയ്യ. വൈകുന്നേരം ഇപ്പോൾ കുറച്ച് തണുപ്പ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നാളെ തൊട്ട് ഗ്ലൗ ഇടാനുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഓട്ടത്തിൻ്റെ എമൗണ്ട് കണ്ടില്ലേ, 450 രൂപയാണ് കിട്ടിയത്. അപ്പോൾ മിസ്സായിട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ഇലക്ട്രോണിക് സിറ്റി ഉള്ള ഓട്ടം എടുത്തില്ലേ, ആ എടുത്ത ഓട്ടത്തിൽ ചെറിയ പണി കിട്ടി. ആ ഓട്ടം എടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സെറ്റായാണ്. 10 മണിക്ക് 2 ഷോട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു 300 വരെ 1 മണിക്കൂർ കൊണ്ട് സെറ്റായാണ്. അത് നമ്മുടെ പണി പാടി. ആ ഓട്ടം ഞാൻ എടുക്കുന്നില്ല, ക്യാൻസൽ ചെയ്യാന്ന് വെച്ചതാണ്. പക്ഷെ അത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കൂടെ അത് കാര്യങ്ങൾ പറഞ്ഞ് കാണിച്ച് തരുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവില്ലേ. പട്ടാമ്പുഴ ഇൻഡസ്ട്രിയൽ ഏരിയ അതെടുത്ത് എനിക്ക് കാണിക്കും. നമുക്ക് പോകേണ്ട റൂട്ടിക്കല്ല അത്, അപ്പുറത്തേക്ക് പിന്നെയും ദൂരവും. നമുക്കിത് മാപ്പ് കാണിക്കുന്ന ഇവിടുന്ന് റൈറ്റ്
റൈറ്റ് പോകാനാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോകാൻ പറ്റും, പക്ഷേ പോലീസുകാരുണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പിടിക്കും, ഫൈൻ കിട്ടും. പോലീസുകാരില്ലെങ്കിൽ നമുക്ക് ലെഫ്റ്റ് കൂടെ അടിച്ച് പോവാം. അപ്പോൾ കുറച്ച് ഷോർട്ടാണ്. ഹലോ ப்ரோ, இங்கே பஸ் ஸ்டாண்டு பக்கத்தில் இருக்குது ப்ரோ. ആ മെട്രോക്ക് കീഴേ இருக்குது ബ്രോ. ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഇവരുന്നാണ് നമ്മുടെ കസ്റ്റമർ. നമുക്ക് പുള്ളിനും കയറ്റി പോവാം. ഓട്ടോക്കാര ഏരിയ 5922. അപ്പോൾ ഇന്നത്തെ കസ്റ്റമറിൻ്റെ ഓട്ടം കഴിഞ്ഞു. നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 82 റുപ്പീസാണ് കിട്ടിയേക്കുന്നത്. താങ്ക് യു. Bye, thank you. ഹെൽമെറ്റ്. ഓക്കെ നോ ബ്രോ. ODB 1368. നമ്മളാ കസ്റ്റമർ പിക്ക് ചെയ്ത് വരുന്ന വഴിക്ക് റോഡിൻ്റെ ആക്സിഡൻറ്റ് ഏതോ വണ്ടിക്കാരൻ്റെ വണ്ടി സീനുണ്ട്. ചേച്ചിയാണ് മെയിനായിട്ട് സീൻ ഉണ്ടാക്കുന്നത്. ചേച്ചി മറ്റേ ഇടിച്ച വണ്ടിക്കാരനെ തള്ളാനൊക്കെ പോകുന്നുണ്ട്. തിരിച്ച് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഒരു ഓട്ടം കിട്ടുക എന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. പുറകെ 10 കിലോമീറ്റർ കാലടിച്ച് കൊണ്ടുവരും. 8853. നമ്മളിതിപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിലൊരു പിന്നെ ഇറങ്ങാൻ പറ്റില്ല. അവിടെ തന്നെ കറങ്ങി കളിക്കുക. ഇനിയിപ്പോൾ ഒരു 11 കിലോമീറ്റർ ഉണ്ട് PG-യിലേക്ക്. അത് കാലടിച്ച് പോകേണ്ടി വരുമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. സമയം 11:45. ഇനിയിപ്പോൾ ഓട്ടം കിട്ടുമെന്നുള്ളത് അറിയില്ലേ. ഇപ്പോൾ റാപ്പിഡോക്കാർ കമ്മീഷൻ ഇല്ല, അതുപോലെ തന്നെ GST ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര പൈസ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിൽ ഒരു 25% കമ്മീഷനും GSTയും കൂടി പോകും. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 75 രൂപയെ നമുക്ക് കിട്ടുള്ളൂ. ബാക്കി അവരുടെ കമ്മീഷനും GST ആണ്. ചെക്കിങ് ആണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ ഒരു ചെക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ലെഫ്റ്റ് സൈഡിൽ കണ്ടോ നിങ്ങൾ കാറ് പോലീസുകാർ തപ്പിനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഡ്രഗ്സിൻ്റെ എന്തോ മെയിൻ സീൻ ഇവിടെ നടക്കുന്നുണ്ട്. അതും ചെക്കിങ് ആണ്. അങ്ങനെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ട് guys, ഇന്ന് വിചാരിച്ചമാതിരി കിട്ടിയില്ല. ഇന്ന് നമ്മളൊരു 11:45 ഓട്ടം നിർത്തി. ഇപ്പോൾ ഒരു 650 രൂപ കിട്ടിയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട്. 645 രൂപ. 9 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നൊരു 11:45 ഓട്ടം നിർത്തി. ഓട്ടം ചെറിയൊരു ഷോക്കായിരുന്നു. ഒരു ഓർഡർ ഞാൻ മാറിയെടുത്തു. അപ്പോൾ അതിൻ്റെ സീനാണല്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ കഴിയും.